ക്യാച്ച്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്. ബോൾ എടുത്തോ. ബോൾ കൊടുക്കടി. കളിക്കടി. ഇനി ഇങ്ങോട്ട് തരില്ല കേട്ടോ ഞാൻ. നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് മാറിയിരിക്കരുത്. ഭയങ്കര ഭക്ഷണത്തിയായിട്ട് വരും. അയ്യോ, ഒരു ബോള് പിടിക്കാൻ അറിയത്തില്ല. തീറ്റ സാധനം വല്ലതും ആണെങ്കിൽ അവള് ചാടി പിടിക്കാന്. ഗുണ്ടൂസ് പോയിരുത്തല്ലോ. നിന്നെ പോലെ തന്നെ പഠിക്കാനുണ്ട്. അതിനെ കൊണ്ടേ പിടിച്ചോ. ഓ എന്റെ ക്ലീറ്റോ, ആ കൊച്ച് എന്തെങ്കിലും രണ്ടക്ഷരം പഠിച്ചോട്ടെ. അതിന് സമ്മതിക്കൂല. അപ്പൊ വിളിച്ചിറക്കി കളിപ്പിച്ചോളൂ. അളിയാ, പിള്ളേരിങ്ങനെ വെറും പുസ്തക പുഴുക്കളായാൽ പോരാ. അവരിതുപോലുള്ള കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കണം. എന്നാലേ അവർക്ക് ആരോഗ്യം ഉണ്ടാവും. നീ പണ്ട് കുറെ കുട്ടികളും കളിച്ചതല്ലേ, അതുകൊണ്ടല്ലേ നീ പോസ്റ്റിലൊക്കെ ഇപ്പൊ കയറി ഇറങ്ങണേ. കളി കൊണ്ടോണ്ടിരിക്കാണ്. നിന്റെ ഡ്രൈവർ എവിടെ? പാടുവോ എന്താ നിന്നെ കൊണ്ടുവിട? എടുത്തല്ലോ. ഓ ഫാസില് 2-3 ദിവസം ലീവാ. നമുക്ക് ക്യാരംസ് കളിക്കാം. ഫാസിലില്ലാത്ത ദിവസം ഞാൻ നടന്നു വരാറില്ലേ. അവന്റെ ഉമ്മാക്ക് എന്തോ അസുഖം. അയ്യോ, അവർക്ക് എപ്പോഴും അസുഖമാണല്ലോടാ. എന്താ പറ്റിയേ? അവർക്കെന്താ വയസ്സായിട്ടുള്ള എന്റെ അസുഖം തന്നെ. ഒരു ദിവസം കാലുവേദന ആണെങ്കിൽ ഒരു ദിവസം കൈവേദന, പിന്നെ ഒരു ദിവസം മുതുവേദന, പിന്നെ തലവേദന. ഞാൻ പറഞ്ഞില്ല, ആ ചെക്കൻ ആകെ വലഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ. ആശുപത്രിയിലാ വീട്ടിലാ? ആശുപത്രിയിലെ കൊണ്ടുവരുന്നു. ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ നമുക്കൊന്ന് കാണാൻ പോണോടെ എന്തായാലും. പിന്നെ അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചോ നമ്മൾ അതിനുമ്പൊന്നും കണ്ടില്ലെങ്കിൽ അതൊരു പേര് ദോഷമായി. ഓ, സംഭവിക്കാൻ മാത്രമുള്ള അസുഖമൊന്നുമില്ലെന്ന്. അയ്യോ, അതെങ്ങനെ അറിയാം? നീ ഇത്രയും ദിവസം ഒന്നും കയറി പോകാത്തത് ഭയങ്കര മോശം. നീ ആശുപത്രി പോയിട്ടുണ്ടോ? ഞാൻ ഈ പണിമാരിയുടെ എപ്പോഴാ പോണത്? എടി, എന്നാ നമുക്ക് രണ്ടും കൂടെ ഒന്ന് പോവാം. പോയില്ലെങ്കിൽ മോശമാണ്. ഇവന്റെ കൂട്ടുകാരനല്ലേ ഇവൻ വരേണ്ടതല്ലേ? എന്ത് നീ പറയണേ? നാളെ ലീവ് എടുക്കുന്നേ. ഏതായാലും ആയില്ലമ്മാ, ജമന്തി കൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം. അതാ നല്ലത്. പറഞ്ഞ പോലെ ജമന്തി എന്തിനാ ഇടക്കിടക്ക് നീ വീട്ടിലോട്ട് വിടുന്നത്? അമ്മ ഒറ്റയ്ക്കല്ലേ? എടി, വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നതല്ല. അവളെ തന്തയ്ക്ക് സുഖമില്ലാതെ 4 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റും. പിന്നെ തന്തയ്ക്ക് സുഖമില്ലാതെ ശ്വാസം മുട്ടിന് ഇവള് എന്നിട്ട് എന്താ കാര്യം? ഇവള് ശ്വാസം കൊണ്ടാ പോണത്. ഇത് അതൊന്നുമല്ല. ഇവിടെ പണിയെടുക്കാൻ പറ്റാത്തതിന്റെ സൂക്കട അവക്ക്. അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ടല്ലോ. മേലനം കണ്ട ഇതിനെ കുശുമ്പേ അറിയാവോ? എന്റെ അമ്മ, ഞാൻ കുശുമ്പ് പറഞ്ഞല്ലോ. അവളുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ ഈ തപ്പി തടഞ്ഞ് വീഴുമായിരുന്നോ? കാലുവേദന എന്ന് പറഞ്ഞിരിക്കണ. പിന്നെ എന്തിനാ? വയസ്സുകാലം ആകുമ്പോ അങ്ങനെയൊക്കെ ചിലപ്പോ വീണെന്നിരിക്കും. അതിന് ഈ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അതൊന്നും വലിയ കാര്യം. എന്തെങ്കിലും ചെയ്യും കനക. അവള് വരണ വരെ നോക്കിയിരുന്ന് ആ തള്ളക്ക് വല്ലതും പറ്റിപ്പോയാ നിനക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതിന് മാത്രമുള്ള അസുഖമൊന്നുമില്ലാന്ന്. അസുഖമില്ലാണ്ട് 3-4 ദിവസം ആശുപത്രി കിടന്നു വെച്ചത്. ഒന്ന് പോയെന്തായാലും വേണമെങ്കിൽ പോയാ മതി. എന്റെ കൂട്ടുകാരനൊന്നുമല്ല, നിന്റെ കൂട്ടുകാരനാ. എന്നാ പിന്നെ നാളെ പോയാലോ? നാളെ പോവാം. നാളെ തന്നെ പോണം. എന്താ, ഞാൻ ചായ എടുക്കട്ടെ? നിങ്ങള് എനിക്കൊരു ഗ്ലാസ് ചായ എടുക്കാമോ? അങ്ങോട്ട് കയറി ഇനിയിപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് ആ പോങ്ങനെ വിളിച്ചിട്ട് ആ കൊച്ചിനോട്ട് കളിപ്പിക്കണത്? അതിന് എന്തോരം പഠിക്കാനുണ്ട് നിങ്ങളുടെ വിചാരം? അവള് പഠിക്കുന്നുണ്ട്. അവള് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലാന്ന്. അവള് നന്നായിട്ട് പഠിക്കണം. അതിന് ബുദ്ധി കുറവാണ്. നിങ്ങളുടെ മകളല്ലേ? ക്ലീറ്റോന് ബോറടിക്കൂലേ പിന്നെ വീട്ടിലിരിക്കുമ്പോഴത്തേനും? ഓ, അത് ശരിയാ. ഒരു ഭയങ്കര ബോറടിയാണല്ലോ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് കൊള്ളാം. ദേഷ്യപ്പെടുമ്പോ നിന്റെ മുഖം കാണാൻ നല്ല രസം. എന്താട്ടത്? കളിക്കാന്ന് എപ്പോഴും ഇങ്ങനെ ചാണകത്ത് ചവിട്ടിയ പോലെ മുഖരിക്കുള്ളൂ. എങ്ങനെ സംഭവിക്കണ്ട അതിനെ? കണ്ട കമ്പം കയറി വന്നുണ്ട്. അതെ, നിന്നോട് മാമ എന്താ പറഞ്ഞത്? പഠിക്കാൻ പറഞ്ഞു. ഇല്ലേ? എന്നിട്ടാണ് അവിടെ അച്ഛന്റെ കൂടെ കളിച്ചോണ്ടിരിക്കണത്. കളിക്കാൻ പാടില്ലേ? പിന്നല്ലാതെ എപ്പോഴും പഠിച്ചോണ്ടിരിക്കോ മാമ. ബുദ്ധിജീവി ആയി പോവും. എന്ത് ബുദ്ധിജീവി? ബുദ്ധിജീവി എന്നല്ലേ ഞാനും പറഞ്ഞ. പിന്നെ മാമ, ഇത് കണ്ട ക്ലീറ്റേഷൻ പഠിപ്പിച്ചെന്നേ. ഇതിന് നിന്റെ അച്ഛൻ ഭയങ്കര മിടുക്കനാ. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ട അതിനകത്തൊക്കെ നുഴഞ്ഞു വലിഞ്ഞു കയറി കഴിഞ്ഞാൽ അവിടെ ആളാവും. പിന്നെ ക്ലീറ്റർ ഡാഡി പറഞ്ഞേ ഇങ്ങനെ ക്രിയേറ്റീവ് സെൻസ് ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാക്കും. പിന്നെ ഭയങ്കര സംഭവം നിന്റെ ഡാഡി. കളിയാക്കണ്ട. അവനെ കൊണ്ട് നോക്കൂലല്ലോ. അയ്യോ, എനിക്ക് പറ്റില്ല. അസൂയ അല്ലാതെ അല്ല. ഓ, ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? പോയി ചായ എടുത്തിട്ട് വാ. ചായ കുടിക്ക്. ഞാൻ ചായ എടുക്കാൻ മുത്തശ്ശി പാലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ വന്നില്ല, എനിക്ക് വയ്യടി. അമ്മൂമ്മ, എനിക്കും വേണേ. ഇപ്പൊ അമ്മ ഓടിച്ചുവിടും. ഈ ഗുളിക ഒന്ന് കഴിച്ചേ. എനിക്ക് വേണ്ട. ഗുളിക കഴിക്കുമ്പോ അല്ലെങ്കിൽ വന്ന അസുഖം മാറണ്ടേ? എനിക്ക് വേണ്ടാന്ന്.
ഇത് കഴിച്ചുമ്മ എന്നാ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ എന്റെ പാപ്പാ കൊണ്ട് കൊടുക്കും. വാപ്പില്ലാത്താണ് ഇപ്പൊ ഈ കുഴപ്പമായത്. എന്താടാ അല്ല വാപ്പാടെ ആണ്ട് അടുത്ത ആഴ്ചയല്ലേ, അത് നമുക്ക് ആഘോഷിക്കാം. നിനക്കെന്താ വട്ടാണോ? ബാപ്പാടെ ആണ്ട് ദുൽഹജ്ജ് മാസം 23-ാം തീയതി. അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയല്ല. ഗുളി കഴിക്കാൻ മാത്രം മറന്നു പോകും. ഉമ്മ ഇത് കഴിച്ച അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ടേ വയറ് വന്ന് വീർക്കും. അത് കഴിക്കൂടാ, എനിക്ക് വേണ്ടാന്ന്. ഉമ്മ ഇത് ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ എന്തേലും വന്ന് കിടന്ന ആരും ഇല്ല കൊണ്ടുപോടാൻ. ഇന്നലെ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് പോകുന്നുള്ളൂ. ഇത് കഴിച്ചേ, ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? അത്രേ ഉള്ളു കാര്യം. തുപ്പല്ല അവിടെ ഇട്ട് ഇറക്കത്. ഇതാണോടെ കഴിക്കൂലെന്ന് നീ പറഞ്ഞത്? തുപ്പിക്കളഞ്ഞത് ഇല്ല, വിഴുങ്ങി തുപ്പിയത് ഇറങ്ങിപ്പോയി. എന്തോന്നാ അത്? നിന്റെ പഠിച്ചോനെ അടുക്കളയിൽ ഒരു പണി എടുക്കാൻ സമ്മതിക്കൂല. ഇവിടുത്തെ ഒരു ഗുളിക തീറ്റ കഴിച്ചാൽ മതി. എന്താണ് ഇവിടെ കാര്യം? സൗകര്യം വേണ്ട അടുക്കളയിൽ ഒരു പണി എടുക്കാൻ. ഏത് ചെവി എത്ര നേരം അറിയാമോ? ചെവി പൊത്തിപ്പൊടിച്ചു പോയി അടുക്കള പോയി റെഡി. ഉമ്മൊന്നും മിണ്ടാതിരിക്കുന്ന. അപ്പുറത്തെ വീട്ടിലൊക്കെ ആള് താമസമുള്ളതാണ്. അവര് കേക്കും. അവര് കേക്കട്ടാ, ഇവിടെ കേൾക്കാൻ പറ്റാത്തൊന്നും പറയുന്നില്ലല്ലോ. അടിക്കടാവള നീ. പിന്നെ അടിക്കും. എന്താടി അവൻ അടിച്ചാല്? നീ കൊള്ളൂലേ? പിന്നെ ഇവിടെ നിൽക്കല്ലേ കൊള്ളാനായിട്ട്. ഒരു ഷായിദ നിന്നോടൊന്ന് പറഞ്ഞു കേക്ക്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അടുക്കളയിൽ നിന്ന് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു സൗകര്യക്കേട്. അവിടെ ഒരു ഗുളി കഴിക്കാൻ സൂക്കേട് മറന്നു ഉമ്മാക്ക് അറിഞ്ഞൂടെ? എന്റെ സൂക്കേട് നീ മാറ്റാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയാ മതി. നാട്ടുകാരെ മൊത്തം പറയിപ്പിക്കാനായിട്ട്. ഈ നശിച്ചവള് വന്ന് കയറി അന്ന് ഞാൻ കട്ടിലായതാ. അതെ, ഞാൻ വന്ന അന്ന് മുതൽ കയറി കിടക്കുന്നത് അതോടെ നിലത്ത് ഇറങ്ങിയിട്ടില്ല. അടുക്കള കണ്ടിട്ടുണ്ടോ? പിന്നെ വല്ല പണിയും ചെയ്യൂല. മെയ്യ് അനങ്ങാണ്ട് കിടന്ന് ഈ സൂക്കേട് ഉണ്ടായത്. അതേടി വല്ല ഭക്ഷണത്തിനും വല്ലതും തന്നെ ഇവിടെ പിടിച്ച് കിടത്തിയതായിരുന്നു. അതെ അതെ, മെയ്യ് അനങ്ങാണ്ടിരിക്കുന്നോണ്ട്. നീയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നത്. എന്റെ കാലനക്കാൻ പറ്റായിരുന്നെങ്കിൽ ഒറ്റ ചവിട്ടിയാൻ വെച്ച് തന്നെ. ഇങ്ങനെ ഒരു ശൂലം പിടിച്ചത് വന്ന് കേറി കുടുംബം. എന്റെ പൊന്നാരും ഉമ്മ ഒന്നും മിണ്ടാതെ കിടക്ക്. പാടില്ലെന്ന് പറയണോണ്ട് യുദ്ധം ചെയ്യാനുമാണ് എഴുന്നേക്കണത്. നീ അവിടെ പോയി മര്യാദയ്ക്ക് പഠിപ്പിക്കണം. അതൊന്നും ഗേറ്റ് തുറക്കണ്ടല്ലോ. ഞാൻ നോക്കിട്ട് വരാം. ഒന്നും മിണ്ടാതിരിക്കും. വല്ല പിച്ചക്കാരോ പിരിവാണാണ് 50 വയസ്സായ കൂടുതൽ കൊടുക്കരുത്. അതിനുള്ള വകയൊന്നും ഇല്ല ഇവിടെ. ഒന്നും മിണ്ടാതിരിക്കുന്നു. എല്ലാത്തിലും കയറി അങ്ങോട്ട് ഇടപെട്ടോളും. നല്ല പഴക്കമുള്ള മരം ലളിക. അല്ല ഇത് ആരൊക്കെയത്? എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് പറഞ്ഞു വന്നാ പിന്നെ നീ എന്തെങ്കിലുമൊക്കെ സംഗതി ഒരുക്കി വെക്കില്ല. അതൊന്നും വേണ്ടല്ലോ. ജമന്തി എന്തിയെ? ജമന്തി റെസ്റ്റ് എടുക്കാൻ പോയിക്കണേ. അവിടെ അച്ഛന് ശ്വാസം മുട്ടലായിട്ട് കൂടുതൽ കിടക്കുന്നു. അത് ശരി. അങ്ങനെ തങ്കം അത് പറഞ്ഞപ്പോ അവളെ അച്ഛന് എപ്പോഴും ശ്വാസം മുട്ട തന്നെ. ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ? വാ കേറ്. ഇതാരൊക്കെ വന്നിരിക്കുന്നേ? ഇല്ല, അവരിപ്പോ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. എന്തൊക്കെയാ പിന്നെ? ഇത് ഭയങ്കര പണിയൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ആകെ ക്ഷീണിച്ചോ അല്ലേ ഷായിദ? അടുക്കളയിലായിരുന്നു. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചെന്റെ പേരറിഞ്ഞൂടെ? എങ്ങനെ അറിയാതിരിക്കണേ? ഭർത്താവിന് എന്റെ ഷാഹിദ് അങ്ങോട്ട് പോയി, എന്റെ ഷാഹിദ് ഇങ്ങോട്ട് പോയി, എന്റെ ഷാഹിദ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനല്ലേ നേരമുള്ളൂ. അല്ലോ, ഇതാണ് എന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. ഏത് നേരം എന്നെ കുറ്റം പറയാനേ ഈ കാക്കും ഉമ്മാക്കും നേരം ഉള്ളൂ. പിന്നെ ആരാ കുറ്റം പറഞ്ഞ? ദൈവമേ. പിന്നെ ഇക്കാക്ക എന്ത് പറഞ്ഞു എന്നാ പറയണത്? 24 മണിക്കൂർ നിന്നെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. ആണോ? പിന്നല്ലേ. ഇവളുടെ ധാരണ ഞാൻ എല്ലാവരോടും കുറ്റം പറഞ്ഞോണ്ട് നടക്കുകയാണെന്നാണ്. എപ്പോഴും മറിച്ചില്ലാതെ എന്റെ മോ തക്കിളി മോളെ വലിയ മോളായല്ലോ. അടുക്കളയുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാനാ ചേട്ടാ? ഏത് നേരവും ഈ അടുക്കള പണി ഉമ്മാന്റെ വിളിയും. ഈ ഉമ്മ ഏത് നേരവും കട്ടൻ ചായ കൊണ്ടുത്താന്ന് പറയും. അപ്പൊ കട്ടൻ ചായ കൊണ്ടു കൊടുക്കും പറയും ചൂടുവെള്ളം കൊണ്ടുത്താന്ന്. അത് കഴിയുമ്പോൾ പറയും തണുത്ത വെള്ളം കൊണ്ടുത്താന്ന്. അല്ലെങ്കിൽ കുഴമ്പിട്ടത്. അത് എന്റെ അമ്മോ അടുക്കളയില് പണിയും ഉമ്മാന്റെ വിളി എല്ലാം കൂടെ ഒരു നേരം ഇരിക്കാൻ നേരമില്ല. അപ്പൊ ഇവളീ പണി എന്ന് പറയണത് എന്താണെന്നറിയാമോ? ആകെ 2 കുറ്റി പുട്ടുണ്ടാക്കും. അതിൽ 4 കഷ്ണം ഇവള് തന്നെ തിന്നും. അതിനാണ് ഈ പണി എന്ന് പറയാം. അന്റെ ഉമ്മാക്ക് കുറ്റോ? വയ്യാതെ കിടക്കുന്നവരല്ലേ, അവരെ കൊണ്ട് പറയിപ്പിക്കാതെ നീ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടിയുള്ളല്ലേ നീ? ഞാൻ ചെയ്യുന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടമ്മ. അല്ല, അതൊരു പരാതിയായിട്ട് പറയരുത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോ നീ അങ്ങാട് സഹിക്കേ. അപ്പൊ വേറെ പ്രശ്നം ഉണ്ടാവൂല. ഇത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പറഞ്ഞിട്ട് ജയിക്കാൻ നോക്കും. അപ്പൊ കുടുംബത്തിൽ വെള്ളം ഉണ്ടാവൂലേ? എന്റെ ഷാഹിദ,
രണ്ട് കൈയും കൂട്ടി ഇടിച്ചാലേ ശബ്ദം കേൾക്കത്തുള്ളൂ. ഒന്നേ നീ ക്ഷമിക്കണം, അല്ലെങ്കിൽ ഉമ്മ ക്ഷമിക്കണം. കുറച്ചൊക്കെ നീ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിക്കണം. ഒരാൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ ശബ്ദം ഉണ്ടാക്കാതിരിക്കണം. നിനക്ക് ഇത്തിരി അറിവൊക്കെ ഇല്ലേ? ഒന്നാമത് വയ്യ കിടക്കുന്ന ഉമ്മയല്ലേ, നീ അങ്ങ് ക്ഷമിക്കണം. അപ്പോഴേ കുടുംബത്തിൽ ഐക്യമായിട്ട് മുന്നോട്ട് പോകാം. നീ എൻ്റെ കാര്യം നോക്ക്, ഞാൻ ഒരക്ഷരം മോളോടും മരുമോളോടും സംസാരിക്കാനേ പോകത്തില്ല, ആവശ്യമില്ല. അതുകൊണ്ട് എന്താ, എൻ്റെ കുടുംബത്തിൽ വഴക്കും വയ്യാവേലിയില്ല കേട്ടാ. അതെ, ജമന്തി കൂടി ക്ഷമിക്കുന്നോണ്ടാ, അല്ലെങ്കിൽ കാശപൈസ ഉറപ്പാ. നീ മിണ്ടരുത്. അയ്യോ അല്ല ജമന്തി എവിടെ പോയി? അയ്യോ അവിടെ അച്ഛന് ശ്വാസം മുട്ടും മരുമോട്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ ഒന്നുമില്ല മോളെ, വെറുതെയാ. അങ്ങോർക്ക് മോളെ കാണാൻ തോന്നുമ്പോഴത്തേനും ശ്വാസം മുട്ടണേ എന്ന് പറഞ്ഞൊരു വിളിയാ. കേട്ട പാതി കേൾക്കാത്ത പാതി അവള് കുറ്റിമറിച്ചോണ്ട് വിടും. ഇവിടെ ഈ പ്രായമായ അമ്മ കാലുമേല പാടില്ലാതിരിക്കുക, അത് അവൾ ഓർക്കണ്ടേ? ഇനി ഒരാഴ്ച, ഒന്നരാഴ്ച, രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും പാട്ടും പാടിയിട്ട് വരെ വരും. എന്താണ്? ഞാനൊരു കാര്യം പറയാലോ മോളെ, അവിടെ അച്ഛന് വയ്യാതെ കിടക്കുന്നത്. അപ്പൊ എവള് പോയി നോക്കാനൊക്കെ? അയ്യോ എന്റെ പടച്ചോനെ, ഇതുപോലൊരു അമ്മായിയമ്മ എനിക്ക് കിട്ടിയില്ലല്ലോ. ആ മരുമോളെ അതെല്ലാവർക്കും ഒന്നും കിട്ടിക്കോളണമെന്നില്ല മോളെ. എനിക്ക് ഉണ്ടായിരുന്നു അങ്ങ് പാലായിലിന്റെ അമ്മോ, അതൊരു 1.5 മുതലാ. എന്താടി നിന്നെ കുഴപ്പം? പാലായിൽ ചുമ്മാ ഇരിക്കണ ആ കളവ് നിന്നെ വല്ലതും ചെയ്താ? അവർ ഇത്രയും കിലോമീറ്റർ ദൂരെ കിടക്കല്ലേ? അപ്പൊ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നീ എന്തോ അവരെ വെച്ചേക്കില്ല. അവരെ പാത്തും പതിങ്ങി ഓരോന്ന് പറയണൊക്കെ എന്റെ ചെവിയിൽ എത്തണ്ട് ക്ലീറ്റോ. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിട്ട്. നമ്മൾ വന്നതേ നമ്മുടെ കുടുംബവിശേഷത്തോടെ പ്രസ്താവിക്കാനല്ല, വയ്യാതെ കിടക്കുന്ന തള്ളയെ നോക്കാനാണ്. കൊള്ളാലോ. അതെ, നിങ്ങൾ ഇരിക്ക്, നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് ഉമ്മയായിട്ട് സംസാരിച്ചാ പോരെ? അല്ല ഈ മുറിയിലാണ് ഉമ്മനെ കാണാൻ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്നത്. എന്തൊക്കെയാ ശേഷം? സുഖം. എന്തായിട്ടോ നല്ല തടിയാണല്ലോടാ. എവിടെ ഇതൊക്കെ ചുള്ളല് പോലെ ഇരിക്കല്ലേ? എന്താ അതല്ല, ഈ തടി ഉരുപ്പടികളുണ്ടല്ലോ, നല്ല അസൽ സാധനമാണ്. ഇത് പൊളിച്ച് വിറ്റാലേ നല്ല കാശ് കിട്ടും. ഇത് വാപ്പാടെ വാപ്പ പണതാണ്, പഴയ സാധനമാണ്. ആളെ നോക്കട്ടെ ഞാൻ ഇത് പൊളിക്കാനായിട്ട്. നീ ഉമ്മാക്ക് സുഖമില്ലാത്തത് കാണാൻ വന്നത്, എന്റെ പെര പൊളിക്കാൻ വന്നത്. കാശ് നീ കിട്ടും വന്നേ. ഞാൻ പറഞ്ഞതാ. വാ, ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട പോര്. ഇതൊക്കെ എന്റെ കയ്യിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ അപ്പൊ പൊളിച്ച് ഞാൻ കാശാക്കിയെന്ന് വെച്ചാൽ മതി.